ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഇക്കാക്ക് എവിടെ പോവുകയാണെങ്കിലും ഏകദേശം ഇക്കാൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം തന്നെയാണ്. അപ്പോൾ അതുപോലെ വൈകുന്നേരത്താണ് കേട്ടോ ഇന്ന് ഇറങ്ങണത്. ഒരാൾ തലവേദനിക്കണോ കൊണ്ട് കിടക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ ശരി, നമുക്കിന്ന് എന്തായാലും പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. വേറെ എവിടേക്കുമല്ല, നാത്തോൻ്റെ മോള് പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ ഇട്ടിരുന്നു അവരുടെ പ്രസവത്തിന് കൂട്ടിയിട്ട് വരുന്ന ആ ഒരു ചടങ്ങിൻ്റെതായിട്ട്. അപ്പോൾ ആൾ പ്രസവമൊക്കെ കഴിഞ്ഞു. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, ബേബി ഗേളാണ്. ഒക്കെ സുഖമായിരിക്കുന്നു കേട്ടോ. നമ്മൾ അത്ര സുപരിചിതമായ ഒരു സ്ഥലമല്ല നമ്മൾ പോണത്. നമുക്ക് അത്ര കണ്ട് ചുറ്റൊരു ഭാഗത്താക്കിയാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അറിയില്ല. നമുക്ക് ഈ ഒരു ചുറ്റുവട്ടം അറിയുന്നല്ലാതെ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോയത്. അപ്പോൾ അവിടെ എത്തി ഫുൾ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ റോഡും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ കൺഫ്യൂഷനായിരുന്നു. പിന്നെ അതങ്ങനെ ഒരു വിധത്തിൽ അവിടെ എത്തിപ്പെട്ടു കേട്ടോ. അവിടെ എത്തി പിന്നെ ഹോസ്പിറ്റലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. അത് വന്നിട്ട് പിന്നെ അവിടെ ഒരുവിധം എല്ലാ ട്രീറ്റ്മെൻറ്റിനുള്ള ഡോക്ടേഴ്സും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അവിടെ എത്തി. പിന്നെ താത്ത നമ്മളെ താഴത്ത് വന്നു കേട്ടോ വിളിക്കാൻ. കാരണം നമുക്കറിയില്ലല്ലോ എവിടെയാണ് ഏത് ഭാഗത്താണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ താത്താനും കോൾ ചെയ്തപ്പോൾ താത്ത താഴേക്ക് വന്നു. അപ്പോൾ അതാ ഹിസമോളെ വേഗം താത്താൻ്റെ അടുത്ത് പോയിട്ട്, കാരണം ബേബിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എടുത്തിട്ട് ആളിനെയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആൾ കുഞ്ഞു അവനെ കാണാനുള്ള ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഫുൾ ആകാംക്ഷയോടെ പോവുകയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത് ഈ സമയത്താണ് കേട്ടോ. അതാണ് ആദ്യം ഒരു പുഞ്ചിരി, പിന്നെയാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിൽ വരുന്നത് കേട്ടോ. പോകുമ്പോൾ പറയണം ബേബിക്ക് ചോക്ലേറ്റ് വാങ്ങണം, അങ്ങനെ ബേബിക്ക് പല്ല് വന്നിട്ടുണ്ടാവും, ബേബി ചോക്ലേറ്റ് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും ആയില്ല, കുഞ്ഞു വാവയാണ്, നമുക്ക് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ. ആൾക്ക് അവിടെ പോയി ഫസ്റ്റ് കണ്ടപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഒന്ന് എടുക്കണം, മടിയിലിരുത്തണം എന്നുള്ളൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെല്ലെ ആൾ അവിടെ ബെഡിലിരുന്നു. ചെരുപ്പൊക്കെ ഊരുകയാണ് ഇനി കുട്ടിനെ പിടിക്കാനും എടുക്കാനൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മെല്ലെ നല്ല വാക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. കാരണം കുഞ്ഞു ആവല്ല, അവൾക്കും അറിയില്ല കുട്ടീനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ള. നമ്മൾ നല്ല വാക്ക് പറഞ്ഞു പിന്നെ മെല്ലെ വാങ്ങിയിട്ടോ. ഞാൻ ഒന്ന് കുറച്ച് നേരം കൂടെ ഇരുന്നു കഴിഞ്ഞു. പിന്നെ അതാ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വെളിയിൽ വന്നപ്പോൾ ഇതാണ്ടോ ചെറിയൊരു കൂട്, അതിൽ വന്നിട്ടൊരു കിളിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുത്ത കാറ്റും മഴൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ.